ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. നമ്മൾ നോക്കുന്നത് ഒരു എക്സ്റ്റീരിയർ എക്സ്റ്റൻഷൻ ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു എൻക്വയറി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ വീട്ടിലെ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം, അവരുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു സിറ്റ് ഔട്ട് കൂടെ ചെയ്താലോ എന്ന് ക്ലയൻറ്റിൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് നമ്മൾ ഈ സിറ്റ് ഔട്ടിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു 40 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്ട്രക്ചറാണ്, പഴക്കമുള്ള ഒരു വീടാണിത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അവർക്കൊരു സിറ്റ് ഔട്ട് ഏരിയ ചെയ്യണം എന്നുള്ളതാണ് ക്ലയൻറ്റ് ഒരു റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് റെഫറൻസ് ഇമേജസ് ഒക്കെ ക്ലയൻറ്റ് അയച്ചു തന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതൊരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിൽ 2.7 മീറ്റർ ഓൾറെഡി ക്യാൻഡിലിവറായിട്ട് നിൽക്കുന്ന ഒരു സ്ലാബ് അവിടെ ഓൾറെഡി ഉണ്ട്. ഈ റൂഫ് സ്ലാബിൻ്റെ ഏരിയയാണ് നമ്മൾ സിറ്റ് ഔട്ട് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 250 സ്ക്വയർ ഫീറ്റാണ് ഈ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ആ സിറ്റ് ഔട്ടിൽ നമ്മൾ 2 സർക്കുലർ ആയിട്ടുള്ള കോളങ്ങൾ കൊടുത്തിട്ടാണ് ഇത് ഇങ്ങനെ ഒരു പുതിയൊരു മോഡേൺ ആയിട്ടുള്ള ഡിസൈനിക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 45 സെൻറ്റിമീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കയറിയിട്ടാണ് നമ്മുടെ സിറ്റ് ഔട്ട് ലാൻഡിങ് വരുന്നത്. ഈ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിൽ നമ്മളൊന്നും തന്നെ ചേഞ്ച് വരുത്തില്ല. ആകെ കൂടി നമ്മൾ ഒരു വിൻഡോ നമ്മൾ അവിടുന്ന് ഡിമോളിഷൻ ചെയ്തിട്ട് അവിടെ നമ്മളൊരു സ്ലൈഡിങ് ഡോറാണ് നമ്മൾ അവിടെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ബേസ്മെന്റ് ഒക്കെ എക്സ്കവേറ്റ് ചെയ്ത് റാൻഡം റബിൾ മേസണറി വെച്ച് ബേസ്മെന്റ് ചെയ്ത് ഫൗണ്ടേഷനും പ്ലിന്ത് ബീം ഇട്ടിട്ടാണ് ഇതിൻ്റെ വർക്ക് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ഈ സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ക്യാൻഡിലിവർ പ്രൊജക്ഷൻ പോലെ നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സിറ്റ് ഔട്ട് ഒരു ഫ്ലോട്ടിംഗ് സിറ്റ് ഔട്ട് എന്നുള്ളൊരു ഫീൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ക്യാൻഡിലിവർ ആയിട്ടാണ് സിറ്റ് ഔട്ട് വന്ന് എൻഡ് ആവുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു ട്രീയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സിറ്റ് ഔട്ട് ചെയ്തപ്പോൾ ഇനി മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം കാര്യങ്ങളൊന്നും സിറ്റ് ഔട്ടിലോട്ട് അവതരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു സൺഷെയ്ഡ് പോലും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ക്വയർ ട്യൂബിൽ പോളികാർബണേറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സൺഷെയ്ഡ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് പേൾ ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലാബിലും നമ്മൾ 3 ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വോളിലും അതുപോലെ തന്നെ 2 ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പഴയ സ്ട്രക്ചറിനെ ഒരു തരത്തിലുള്ള ഡാമേജും വരുത്താതെ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളത്. അതും പ്രോപ്പറായിട്ടൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഒരു സീറ്റിംഗ് ബെഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഒരു വുഡൻ്റെ ബാക്ക് റെസ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നല്ല രീതിയിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ, ഒരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലെ പ്ലാന്റും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ്, നല്ല രീതിയിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്ന ഒരു എലമെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഡിസൈനിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഡിസൈനായിട്ട് കാണാൻ വരെ ബൈ.